so unique, so diverse, both mentally and physically, in a loving ambience. Holy Grace Academy, making a difference. ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് ദിനാഘോഷവും രോഗി ബന്ധു സംഗമവും സഹായക ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനവും സംഘടിപ്പിച്ചു. ആളന്തുരുത്ത് മുസരിസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK സാബു ഉദ്ഘാടനം ചെയ്തു. ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രവും പാലിയേറ്റീവ് ദിനാഘോഷവും രോഗി ബന്ധു സംഘവുമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഞങ്ങൾ ഭരണസമിതി അധികാരത്തിൽ വന്നിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. ആദ്യത്തെ ഒരു പൊതുപരിപാടിയാണ്. ഏകദേശം 200ഓളം പേഷ്യൻസ് പാലിയേറ്റീവിൻ്റെ ദിനപരിചരണത്തിൽ നൽകുന്നുണ്ട്. ഇപ്പം ഞാൻ കണക്ക് കൂട്ടുമ്പോൾ മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും ഈ പേഷ്യൻസ് 200 ശേഷം ആളുകളുടെ ബന്ധുക്കളും ചേർന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഹാള് കവിഞ്ഞൊഴുകുമായിരുന്നു. ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ AI നിഷാദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നമ്മളുടെ സന്തോഷമാകുന്ന ജീവിതത്തെ എങ്ങനെയെങ്കിലും അവസാനിച്ച് കിട്ടണേ എന്ന് നിൽക്കുന്ന സമയത്ത് നമ്മളുടെ കുടുംബത്തിൽ നിന്നും നമ്മളുടെ സമൂഹത്തിലെ നമ്മളെ പോലുള്ളവരിൽ നിന്നും കിട്ടുന്ന സാന്ത്വനമായ വാക്കുകളും പരിചരണങ്ങളും ഇല്ല എങ്കിൽ അവർക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ സമൂഹത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മളുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി നമ്മളാണ് മുന്നോട്ട് ഇറങ്ങേണ്ടത്. ഇന്ന് അണുകുടുംബ വ്യവസ്ഥയിൽ നമ്മളുടെ കുടുംബത്തിൽ രോഗിയായി കഴിയുന്ന മാതാപിതാക്കന്മാർ വരുമ്പോൾ അല്പമെങ്കിലും അവർക്ക് വേണ്ടി സമയം മാറ്റിവെക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥന മാത്രമാണ് മുന്നോട്ട് വെക്കാനുള്ളത്. പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR സൈജൻ സഹായക ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. നമുക്കറിയാം, മനസ്സമാധാനപരമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് മനസ്സമാധാനക്കേടായി വരുന്ന ഒന്നാണ് നമ്മുടെ രോഗാവസ്ഥ. കാലഘട്ടം മാറിക്കഴിഞ്ഞപ്പോൾ ഇന്ന് ഏതൊരു കുടുംബം എടുത്തു നോക്കിയാൽ പോലും ആ കുടുംബത്തിൽ ഒരു വ്യക്തിക്കെങ്കിലും ഒരു രോഗാവസ്ഥയുള്ള കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഇന്ന് മുന്നോട്ട് പോകുന്നത്. ആ മുന്നോട്ട് പോകുന്ന ഈ കാലഘട്ടത്തിൽ രോഗാവസ്ഥയുള്ളവരെക്കാൾ കൂടുതൽ ആ രോഗാവസ്ഥയുള്ളവരെ പരിചരിക്കുന്നവരാണ്. PHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എലിസബത്ത് ജേക്കബ്, ആയുർവേദ ഡോക്ടർ ജയലക്ഷ്മി, ഹോമിയോ ഡോക്ടർ ബിന്ദു P ഭാസ്കർ, ഹോമിയോ NHM ഡോക്ടർ സ്മിത റാണി എന്നിവർ പാലിയേറ്റീവ് സന്ദേശം നൽകി. പാലിയേറ്റീവ് നഴ്സ് മിനി രാജേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു സുനിൽകുമാർ, വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ MS സജീവ്, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷെറീന ജബ്ബാർ, വടക്കേക്കര സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് EP തമ്പി എന്നിവർ രോഗികൾക്കുള്ള ഉപഹാരം സമർപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അജയ് ജോർജ് വോളണ്ടിയർ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. പഞ്ചായത്ത് മെമ്പർമാരായ അനിരുദ്ധൻ, സന്തോഷ് കുമാർ, റീന ലൂയിസ്, ശൈലജ സന്തോഷ്, സൗമ്യ സിജി, അരുൺ മോൻ, റിസ റഫീഖ്, സനീഷ്, ഉഷ ശ്രീവത്സൻ, സിംല അൻസാർ, മദനൻ, ഭാനുമതി ശിവൻ, ലൈബി സാജു, സുജ ജയപാൽ, ആശ സുദർശൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ PG ആന്റണി സ്വാഗതവും പബ്ലിക് ഹെൽത്ത് നഴ്സ് ശോഭ VV നന്ദിയും പറഞ്ഞു.
was today? Anything new? We sang, we danced, and we wrote. Is it true? Yes. Mom, my teacher is like you. Really? So nice, so caring, and very loving. Thank you. While built on the basics of values like wisdom, virtue, honor, and more, Holy Grace provides wings to reach goals so unique, so diverse, both mentally and physically, in a loving ambience. Holy Grace Academy, making a difference.